എറണാകുളം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡ് നേരം സന്ധ്യയായാൽ ഇരുളിലമരും. പതിറ്റാണ്ട് പിന്നിട്ടിട്ടും 17 കിലോമീറ്റർ റോഡിൽ ഒരു തെരുവിളക്ക് പോലുമില്ല. വെളിച്ചക്കുറവ് കാരണം രാത്രികാലങ്ങളിൽ അപകടങ്ങളും പതിവാണിവിടെ. ലക്ഷങ്ങൾ ടോൾ പിരിക്കുന്ന റോഡിനെയാണ് തെരുവിളക്ക് സ്ഥാപിക്കാതെ ഇരുട്ടിലാക്കിയിരിക്കുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കണ്ടെയ്നർ റോഡ് വഴി പായുന്നത്. അതനുസരിച്ച് അപകടങ്ങളും പെരുകി. 10 വർഷത്തിനിടെ 100ഓളം പേർക്ക് അപകടങ്ങളിൽ ജീവൻ നഷ്ടമായി. ഏറെ പങ്ക് അപകടങ്ങളും രാത്രികാലങ്ങളിൽ വെളിച്ചക്കുറവ് കാരണം സംഭവിച്ചതാണ്. റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടെയ്നറുകൾ ഇടിച്ച് ബൈക്ക് യാത്രികരാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത്. ഇരുട്ടിന്റെ മറവിൽ മറ്റ് അക്രമ സംഭവങ്ങളും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്കുണ്ടാവുന്ന യാത്രാമധ്യേ ഉണ്ടാവുന്ന ആക്രമണങ്ങൾ ഏറ്റവും കൂടുതലായി ഉണ്ടാവുന്ന പ്രദേശമാണ് ചേരാനല്ലൂര്, അതുപോലെ തന്നെ പെഴല. ആ ഭാഗം ഒരു ആള് വീണാൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം അത്രയും വെളിച്ചക്കുറവുള്ള പ്രദേശമാണ്. മയക്കുമരുന്ന്, കഞ്ചാവ് അതുപോലും കൈമാറുന്ന ഒരിടമായി കണ്ടെയ്നർ റോഡ് മാറി. വിവിധ പഞ്ചായത്തുകൾ മുൻകൈയെടുത്ത് പ്രധാന ജംഗ്ഷനുകളിൽ വിളക്കുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും ദേശീയപാത അതോറിറ്റി അനുമതി നൽകിയതുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയടുത്ത് കൊച്ചിയിലെത്തിയപ്പോൾ അതിനു മുന്നോടിയായി ദേശീയപാത അധികൃതർ തിരക്കിട്ട് സ്ഥാപിച്ച വിളക്കുകളാണിത്. പ്രധാനമന്ത്രി കൊച്ചി വിട്ടപ്പോഴേക്കും വിളക്കുകളും അണഞ്ഞു. സൗരവിളക്കുകൾ സ്ഥാപിക്കാൻ 4 വർഷം മുൻപ് 30 കോടി രൂപയുടെ പദ്ധതി തയ്യാറായതാണ്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ദേശീയപാത അതോറിറ്റിക്ക് ഉത്തരവുമില്ല. പൊന്നാരിമംഗലം ടോൾ പ്ലാസയിലൊഴികെ കണ്ടെയ്നർ റോഡിൽ മറ്റൊരിടത്തും ഒരു തെരുവ് വിളക്ക് പോലുമില്ല. വെളിച്ചക്കുറവ് മൂലം രാത്രികാലങ്ങളിൽ അപകടങ്ങളും അപകട മരണങ്ങളും പതിവായിട്ടും ഇക്കാര്യത്തിൽ ദേശീയപാത അതോറിറ്റി ഇപ്പോഴും അനാസ്ഥ തുടരുകയാണ്. ക്യാമറ പേഴ്സൺ വിപിൻ കെ വിജയനൊപ്പം മോസ്നാസു, മീഡിയ 1, കൊച്ചി.